ചിത്രകാരൻ റോയ് തോമസിന്റെ ചിത്രപ്രദർശനം എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 25ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ചിത്രപ്രദർശനം ഇന്ന് അവസാനിക്കും. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെ എടുത്തുകാണിക്കുന്ന ആശയമാണ് റോയ് തോമസിന്റെ ഓരോ ചിത്രങ്ങളും. വെള്ളത്തിനെ സൂചിപ്പിക്കുന്ന നീലയും പ്രകൃതിയെ സൂചിപ്പിക്കുന്ന പച്ചയുമാണ് ചിത്രരചനയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്ന ഭൂരിഭാഗം നിറങ്ങളും. ഭാവിയിൽ പ്രകൃതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളും ചിത്ര പ്രദർശനത്തിലുണ്ട്. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ ഭൂരിഭാഗവും വെള്ളത്തിനടിയിൽ സബ്മർജ് ചെയ്ത് കിടക്കുന്ന സ്കൾപ്ചറൽ ഓബ്ജക്ട്സാണ്. അപ്പോൾ ഈ വെള്ളത്തെ നമ്മൾ വരയ്ക്കണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള കളറുകൾ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് കടലിന് അടിയിലുള്ള അടിത്തട്ടിലുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ വളരെ ഷാലോ വാട്ടറോ അല്ലെങ്കിൽ നദിയുടെ അടിയിലുള്ളതോ അല്ലെങ്കിൽ വെള്ളത്താൽ ജസ്റ്റ് മൂടപ്പെട്ടതായിട്ടുള്ള ഓബ്ജക്ട്സ് വരയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കളറുകൾ വേണം. അപ്പം ഭൂരിഭാഗം പെയിൻറ്റിങ്ങുകളിലും നമ്മൾ നീലയും പച്ചയും അല്ലെങ്കിൽ ടീൽ കളർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കളറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു മീഡിയമാണ്. ഓയിൽ കളർ എന്ന് പറയുന്ന ഒരു മീഡിയമാണ്. അക്രിലിക് കളർ എന്ന് പറയുന്ന ഒരു മീഡിയമുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലം മുമ്പ് മുതലേ നമ്മുടെ മാസ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കാറുള്ള ഓയിൽ കളർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലാണ്. ഇത് എനിക്ക് ഫ്ലെക്സിബിളായിട്ടുള്ളൊരു മീഡിയം, എനിക്ക് ഒരുപാട് പ്രാക്ടീസും ഒരുപാട് കാലം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. 14 ചിത്ര പ്രദർശനങ്ങളാണ് ഇതിനു മുൻപ് റോയ് തോമസ് നടത്തിയിട്ടുള്ളത്. ലോകം നേരിടുന്ന ഭീഷണികളും ദുരിതങ്ങളും നാശനഷ്ടങ്ങളുമാണ് എക്കാലത്തും റോയ് തോമസിന്റെ ചിത്രങ്ങൾക്ക് ആധാരം. മീഡിയ 1 കൊച്ചി.